നമസ്കാരം. ഇന്ന് എസ്തെറ്റിക് ലൈഫ് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ്. എന്നോടൊപ്പം ഉള്ളത് സന്ധ്യ ചേച്ചിയാണ്. അപ്പോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പാണ്. ഓൾറെഡി ഇവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്കറിയാം ഇന്ന് എന്തായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത്. സോപ്പിന് വേണ്ടിയിട്ട് ഇന്ന് റോസാപ്പൂവാണ് അല്ലേ എടുത്തേക്കുന്നത്. റോസ് ഫ്ലവർ വെച്ചിട്ട് ഒരു സോപ്പ്. ഓക്കെ, റോസ് ഫ്ലവറിന്റെ പെറ്റൽസ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് വാഷ് ചെയ്തൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതും വേറെ എന്തൊക്കെയാണ്? വേറെ ബേസ് മാത്രം. ബേസ് നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അപ്പോ ഇത്രയും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമുക്ക് റോസിന്റെയും ഗ്ലിസറിന്റെയും കാര്യം നമുക്ക് നേരത്തെ അറിയാം. ഗ്ലിസറിൻ സോപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ നൈറ്റ് രാത്രി കിടക്കുമ്പോൾ ഒരു ടോണർ യൂസ് ചെയ്യാറുണ്ട്. അതായത് റോസ് വാട്ടറിനകത്ത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഗ്ലിസറിൻ ഒഴിച്ചിട്ട് നമ്മളൊരു ടോണർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തിനാന്ന് പറഞ്ഞാൽ ക്ലിയർ സ്കിൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഡാർക്ക് സ്പോട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ, ഡാർക്ക് സർക്കിൾ വരുന്നത്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഒരു ക്ലിയർ സ്കിന്നിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സ്പ്രേ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ നമ്മളൊരു സോപ്പാക്കി യൂസ് ചെയ്താൽ എങ്ങനെ? ഓക്കെ, അപ്പൊ നൈറ്റ് കിടക്കുന്നതിന് മുമ്പ് ആയിട്ട് ഈ സോപ്പ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം അല്ലെ? നമ്മൾ നോർമലി ഈ സോപ്പ് യൂസ് ചെയ്യാം. എപ്പോഴും യൂസ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിന്റെ അത് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഇല്ല. പൊതുവെ പറയാറുണ്ട് മുഖത്ത് ഫേസിൽ സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയാറുണ്ട്. ഡെർമറ്റോളജിസ്റ്റ് എല്ലാവരും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മലയാളികളാണ്, സോപ്പ് എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എന്താ പറയാ, ഒരു വിഷമമായിരിക്കും സോപ്പ് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ, ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യാവൂ എന്ന് പറയുമ്പോൾ. പക്ഷേ ഈ ഒരു സോപ്പ് എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ സ്കിന്നിനെ വേറെ ഒരു പ്രശ്നവും വരുത്താത്ത രീതിയിലുള്ള ഒരു സോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാം. ഈവൻ കൊച്ചു പിള്ളേർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പാണ്. അപ്പം കുഞ്ഞു കുട്ടികൾക്കായിരുന്നാലും നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് സന്ധ്യ ചേച്ചി ഇന്ന് നമ്മളോടൊപ്പം കാണിച്ചു തരുന്നത്. അതുപോലെ നമ്മൾ ഈ സോപ്പ് ചെയ്യുന്ന മെത്തേഡാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസും സംഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറ്റി മാറ്റി ചെയ്യാം. പക്ഷേ നിങ്ങളുടെ നീഡ് അനുസരിച്ചിട്ട്, ഇപ്പം മുഖക്കുരു ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ നീം സോപ്പോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്യണം. പപ്പായ സോപ്പ് ഉണ്ടാക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിന് ഒരു അളവുണ്ട്. ആ അളവ് തെറ്റാതെ ചെയ്യുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. കാരണം സോപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതിൻ്റെ ആ ഒരു മെത്തേഡും ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി പോകുമ്പോഴത്തേക്കുമാണ് സോപ്പിൻ്റെ ഗുണം നമുക്ക് കിട്ടാതെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഫ്ലവറാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ അടങ്ങിയിരിക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. വാടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്രേയും സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് നമ്മൾ ഇതിനെ അങ്ങ് അരച്ചെടുക്കും. അരച്ചെടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചു കൊണ്ടുവന്ന റോസാപ്പൂ ഇതളുകളാണിത്. ഇത് നമ്മൾ ബേസിലോട്ട് ആഡ് ചെയ്യാണ്. നമ്മളിത് അരിച്ചൊന്നും എടുത്തിട്ടില്ല. ഇതിങ്ങനെ തന്നെ അങ്ങ് ആഡ് ചെയ്യാം. ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇത്. ഓ, അപ്പോൾ ബ്ലാക്ക് കളർ ആവും. അതെ അതെ. ഇത് നമുക്ക് ഈ കളറിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ആ ഗോട്ട് മിൽക്കിൻ്റെയോ മിൽക്കിൻ്റെ സോപ്പ് ബേസ് കിട്ടും. അതിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ തന്നെ കിട്ടും. ഇത് നമ്മൾ ഗ്ലിസറിനകത്തോട്ടല്ലേ ഇടുന്നത്? ഗ്ലിസറിൻ സോപ്പ് അല്ലേ? ഇത് ഗ്ലിസറിൻ സോപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറിലായിട്ട് ഇരിക്കുന്നത്. ഇവൻ നമ്മൾ ഇതൊരു ഗോട്ട് മിൽക്ക് പോലത്തെ ബേസ്, അങ്ങനെയുള്ള ബേസിലേക്കോ അല്ലെങ്കിൽ വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? മിൽക്ക് പ്രോഡക്റ്റിന്റെ മിൽക്ക് പ്രോഡക്റ്റ് ആയിട്ടുള്ള ബേസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേ സെയിം ഇപ്പൊ നമുക്ക് കിട്ടിയ ഒരു പിങ്ക് കളർ തന്നെ ആയിരിക്കും ആ ഒരു സോപ്പിന് ഉണ്ടാവുന്നത്. കാരണം അത് വൈറ്റ് കളറിലായിരിക്കുമല്ലേ ഇരിക്കുന്നത്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. വൈറ്റ് കളറിനകത്ത് ആ റോസിന്റെ കളർ വരുമ്പോഴത്തേക്കും ആ സെയിം കളറിൽ തന്നെ വരും. ഇനി ഇതിലേക്കല്ലേ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ അല്ലേ? 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്.
ഞാൻ പറഞ്ഞ ഇവിടെ വന്ന് ഞാൻ സോപ്പ് ഉണ്ടാക്കാനും പഠിച്ചു. ഇതിലോട്ടൊഴിക്കും ചൂടാറുന്നതിന് മുന്നേ. പറഞ്ഞ ആ ഒരു റോസാപ്പൂ, നമ്മുടെ ഒറിജിനൽ റോസാപ്പൂ അരയ്ക്കുമ്പോൾ ഉള്ള ഒരു മണം മാത്രമാണ് ഇതിനുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് ഒരു ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ ഒരു ഫ്ലേവറോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായിട്ടുള്ള ഒരു എസൻസോ അല്ലെ, അങ്ങനെയുള്ള ഒരു എസൻസ് എന്തെങ്കിലും ഇതിനകത്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രാഗ്രൻസും കൂടി കിട്ടും. പക്ഷെ അതെന്നൊക്കെ പറയുന്നത് നമുക്ക് എത്രത്തോളം നമ്മൾ വാങ്ങുന്ന സാധനങ്ങളാണ്, എത്രത്തോളം അതിൽ കെമിക്കൽ ഫ്രീ ആണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പക്ഷെ നാച്ചുറൽ ആയിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സോപ്പ് ഉണ്ടാക്കിയത്. ഈ സോപ്പ് എന്നുള്ളൊരു കാര്യം നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ള ഒരു മണം അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു സോപ്പായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ട് വരുന്നത്. നമുക്ക് സോപ്പ് ഇഷ്ടപ്പെടുമായിരിക്കും, അതിൻ്റെ ഒരു മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു മണം നമുക്ക് എല്ലാ സോപ്പും ഒന്നും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. ശരിക്കും പറഞ്ഞാൽ മണം കാരണമാണ് നമ്മൾ സോപ്പ് എന്നുള്ളൊരു സംഭവം യൂസ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള ഒരു മണം നമുക്ക് തിരഞ്ഞെടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന സോപ്പിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് തോന്നുന്നത്. അപ്പം നമുക്ക് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത് സെറ്റ് ആവാൻ എത്ര മണിക്കൂർ വേണം? ഒരു 2 മണിക്കൂർ ആവുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ സെറ്റ് ആവും. നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ, ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ സെറ്റ് ആയതുപോലെ തോന്നും. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത് ഇങ്ങനെ പിരിക്ക് നോക്കരുത്. അത് നന്നായിട്ട് സെറ്റ് ആവണമെന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സോപ്പ് പോലെ സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം എന്നാലേ ഇത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. എന്ത് സിമ്പിൾ ആണല്ലേ, കാരണം നമ്മുടെ വീട്ടിൽ തന്നെ റോസാപ്പൂ ഇതളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴുകി പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങാടി കടയിലോ ഒക്കെ വാങ്ങാൻ കിട്ടും ഈ ഒരു സോപ്പ് ബേസ് എന്ന് പറയുന്നത്. അപ്പൊ അതും വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ അത് ചൂടാക്കി തലേ ദിവസം ഇതുപോലെ ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബൗളിലോ ഒക്കെ ചെയ്യാമല്ലോ. ചെറിയ നമ്മള് കണ്ടെയ്നർ കിട്ടുമല്ലോ, നമ്മള് ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ ഉണ്ടല്ലോ, അതായാലും മതി. ശരിക്കും പറഞ്ഞു അതും കൂടെ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയതാ. പക്ഷെ അതിലാണെങ്കിലും ഞാനും മിക്കവാറും അതിൽ തന്നെയാണ് എടുക്കുന്നത്. മോൾഡൊക്കെ ഇതിൽ വീഡിയോ കാണിക്കുന്നോണ്ടാ മോൾഡൊക്കെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോ റോസാപ്പൂവിന്റെ സോപ്പ് ഇവിടെ റെഡിയാണ്. സോ ആ ഒരു ഷേപ്പ് തന്നെ വന്നിട്ടുണ്ട്, കണ്ടോ? നമ്മുടെ സാധാ സോപ്പ് പിടിക്കുന്ന അതേ ഒരു ടെക്സ്ചർ ഒക്കെ തന്നെയാണ്. കയ്യില് നമുക്ക് ഇനിയിപ്പോൾ ഇത് കഴുകുമ്പോൾ പതഞ്ഞു വരും, നല്ല പതയുണ്ടാവും. അപ്പോൾ ഇതുപോലെ സോപ്പ് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ രീതിയിലും നിങ്ങൾക്ക് നാച്ചുറായിട്ട് നിങ്ങൾക്ക് സോപ്പ് വേണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബ്യൂട്ടി പ്രോഡക്ട്സ് വേണം, അതെ സ്ക്രബ് ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഒരു നാച്ചുറൽ സോപ്പാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇതുപോലെയുള്ള കണ്ടന്റുകളുമായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിൽ സദ്യ ചേച്ചി എത്തും, അതോടൊപ്പം തന്നെ ഞാനും എത്തുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ ബൈ.